കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെജിറ്റേറിയൻ ലഞ്ച് മെനു ആണ്. ദാൽ ഫ്രൈ, പാലക് പനീർ, അമരിക്ക മെഴുക്കുവരട്ടി, ചപ്പാത്തി, പിന്നെ സലാഡ്. ആദ്യം നമുക്ക് അര ഗ്ലാസ് തോരൻ പരിപ്പും പായസപ്പരിപ്പ് എന്ന് പറയുന്ന ചെറുപയർ പരിപ്പ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് കുതിരാൻ വയ്ക്കാം. കുതിർന്ന് കിട്ടിയതിന് ശേഷം പരിപ്പ് 2-3 പ്രാവശ്യം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പത പൊങ്ങി വരുമ്പോഴേക്ക് പതയൊക്കെ ഒന്ന് ചെറുതായിട്ട് തവി വെച്ച് നമുക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് അര സ്പൂൺ നെയ്യ്, ഒരു തക്കാളി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം ഉപ്പും കൂടെ ചേർത്ത് കുക്കർ ഒരു 2 വിസിൽ വരുന്നവരെ പരിപ്പൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 400 ഗ്രാം പാലക്കിൻ്റെ ഇല നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഈ പാലക്കിൻ്റെ ഇല ഒരു 2 മിനിറ്റ് ഒന്ന് മുക്കി അടപ്പിട്ട് വയ്ക്കാം. ഒന്ന് തണുത്ത് കിട്ടിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റാക്കി നമുക്കെടുക്കാം. കൂട്ടത്ത് നമുക്ക് സവോള പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 5-6 വറ്റൽമുളക്, അരമുറി നാരങ്ങ, പനീർ ഒരു 200 ഗ്രാം പനീരും കൂടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചേക്കാം. ആദ്യം നമുക്ക് ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പനീരൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ആ ചീനിച്ചട്ടി തന്നെ ശകലം കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ ചെറുജീരകം, വറ്റൽമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്, കൂട്ടത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം കിട്ടുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ റെസിപ്പിയിൽ ശരിക്കും ഇതൊരു പ്രധാന ഭാഗമാണ്. കാരണം ഈ സവോളയും വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് കിട്ടി ആ പാകം കിട്ടുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ റെസിപ്പിയുടെ ഫ്ലേവറും ഗുണവും ഒന്ന് ഹൈലൈറ്റായി കിട്ടുന്നത്. ആ ശരിക്കും നാടൻ രുചി, പാലക് പനീരിൻ്റെ നാടൻ ടേസ്റ്റ്. കാരണം നമ്മളിത് ഫ്ലേവറിലേക്ക് നമ്മൾ ക്രീമോ കസൂരി മേത്തിയോ തക്കാളിയോ ഒരു സാധനം നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് അര സ്പൂൺ സബ്ജി മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം പോയി കിട്ടുന്നവരെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം പാലക്കിൻ്റെ പ്യൂരി ചേർത്ത് വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കാം. ഇനി പനീർ ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളിക്ക് വേണ്ടി നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്തിട്ട് ശകലം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊതുവേ തക്കാളി പാലക്കിനോട് ചേർത്ത് കുക്ക് ചെയ്യാറില്ല. പിന്നെ പാലക്ക് ഓവർ കുക്ക് ആവാണ്ട് നമ്മൾ സൂക്ഷിക്കണം. കാരണം ഒത്തിരി കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു. പാലക്ക് ചീരയിൽ ധാരാളം വൈറ്റമിൻസ്, അയൺ, കാൽഷ്യം, ഫൈബർ ഇതുകൂടെ പനീരും കൂടെ ചേർന്ന് ശരിക്കും ഒരു സമ്പുഷ്ട പോഷകാഹാരമായിട്ട് മാറുന്നതാണ്. ഹിന്ദിയിൽ സേം അല്ലെങ്കിൽ സേമി എന്ന് പറയുന്ന അമരപ്പയർ ഞാനിവിടെ ഒരു 400 ഗ്രാം എടുത്ത് കഴുകി വൃത്തിയാക്കി നാരൊക്കെ മാറ്റി നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ശകലം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ച മണം ഒന്ന് പോയി കിട്ടിയതിന് ശേഷം അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സവോള കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നുവെച്ച് ഒന്ന് സോഫ്റ്റായി കിട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അമരപ്പയർ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒരു അര സ്പൂണ് സബ്ജി മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടപ്പിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് മൂടി വേവിക്കാം. വേഗം താമസമുണ്ടെങ്കിൽ നമുക്ക് ശകലം വെള്ളം തെളിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3/4 വേഗം ആകുമ്പോഴേക്കും അങ്ങ് മതിയാവും. കാരണം വല്ലാണ്ട് അങ്ങ് ഓവർ കുക്ക് ആയി പോവുകയാണെങ്കിൽ അതിൻ്റെ രുചിയും ന്യൂട്രൻസും അങ്ങ് നഷ്ടപ്പെടും. പോഷക സമ്പന്നമായ അമരപ്പയർ പ്രോട്ടീനും ഫൈബറും നിറഞ്ഞതും കൊഴുപ്പ് കുറഞ്ഞതുമാണ്. ഗുണകരമായ നിരവധി പോഷക ഗുണങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഹൃദ്രോഗത്തിനും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ നില ഒന്ന് കുറഞ്ഞു കിട്ടാനും ഒത്തിരി സഹായകരമാണ്. നമ്മൾ പരിപ്പ് ഒന്ന് വെന്ത് കിട്ടി നമുക്കിനി താളിപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു പാത്രത്തിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ചെറുജീരകം, സവോള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിട്ട് നല്ലോണം വഴറ്റി പരിപ്പിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യമുണ്ട് ഇതിൽ 2 സ്പൂൺ നെയ്യ് ചേർത്ത് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് അടപ്പിട്ട് അടച്ച് വയ്ക്കാം. നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയായി. തേങ്ങയൊന്നും അരച്ചെടുക്കാൻ സമയമില്ലാത്ത പക്ഷം നമുക്കിങ്ങനെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്കൊരു ലഞ്ച് മെനുവിന് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ചെയ്തു കൊടുക്കുക.